ഹലോ, വെൽക്കം ടു സ്റ്റേ സൈക്കി. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അറ്റൻഷനാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ഹാൻഡ് റിട്ടൺ നോട്ട്സാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അറ്റൻഷൻ എന്ന് പറയുന്ന ടേം കേൾക്കുമ്പോൾ തന്നെ അത് മെയിനായിട്ട് കോൺസെൻട്രേഷൻ അതുപോലെ ഫോക്കസ് എന്നുള്ള ടേംസുമായിട്ട് റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ ഒക്കെ എന്താ പറയുക, ഒരു റിലേറ്റഡ്നെസ് കിട്ടും. അപ്പോൾ മെയിനായിട്ട് ഫസ്റ്റ് അതിൻ്റെ ഡെഫിനിഷൻ നോക്കണം. ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ ഒന്നില്ലെങ്കിൽ അറ്റൻഷൻ ഈസ് ദ കോൺസെൻട്രേഷൻ ഓഫ് കോൺഷ്യസ്നെസ് അപ്പോൺ വൺ ഒബ്ജക്റ്റ് റദർ ദാൻ അപ്പോൺ അനദർ. ഡേൺ വില്ലിസിൻ്റെ അല്ലെങ്കിൽ റോസിൻ്റെ അറ്റൻഷൻ ഈസ് പ്രോസസ് ഓഫ് ഗെറ്റിംഗ് ആൻ ഒബ്ജക്റ്റ് ഓർ തോട്ട് ക്ലിയർലി ബിഫോർ ദി മൈൻഡ് എന്നുള്ളത്. ഈ രണ്ട് ഡെഫിനിഷനിൽ ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ ഓർത്ത് വയ്ക്കണം. അറ്റൻഷൻ എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ഒരുപാട് തിങ്സിൽ നിന്ന് നമ്മൾ ഒരു തിങ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അറ്റൻഷൻ എന്ന് പറയുന്നത്. ലൈക്ക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള തിങ്ങിലോട്ട് നമ്മുടെ മെയിൻ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഫോക്കസ് കൊടുക്കുന്നതിന് അതിനെയാണ് അറ്റൻഷൻ എന്ന് പറയുന്നത്. ഡേൺ വില്ലിസിൻ്റെ ഡെഫിനിഷൻ ക്ലിയർ ആയിട്ട് അത് പറയുന്നുണ്ട്. ഒരുപാട് ഒബ്ജക്റ്റിൽ നിന്ന് ഒരു ഒബ്ജക്റ്റിനെ മാത്രം സ്പെസിഫിക് ആയിട്ട് നമ്മളൊരു കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഒരു കോൺഷ്യസ്നെസ് അത് കൊടുക്കുന്നത്. നമ്മൾ അതിനെ മാത്രം അവെയറായിട്ട് ബാക്കിയുള്ളതിനെ എല്ലാത്തിനും മാറ്റി നിർത്തി ഒരെണ്ണത്തിന് മാത്രം നമ്മൾ ഫോക്കസ് കൊടുക്കുന്നതിനാണ് നമ്മൾ അറ്റൻഷൻ എന്ന് പറയുന്നത്. അതൊരു കോഗ്നിറ്റീവ് പ്രോസസ്സാണ്. അതേപോലെ തന്നെ അതിൽ നമ്മുടെ ഇമോഷൻസ് വരുന്നുണ്ട്, അതായത് നമ്മുടെ മൂഡ്, അതുപോലെ നമ്മുടെ ഇൻസ്റ്റിങ്സ്, അങ്ങനെ പല കാര്യങ്ങൾ വരുന്നുണ്ട്. അറ്റൻഷൻ അതുപോലെ ഒരു സെലക്റ്റീവ് പ്രോസസ്സാണ്. അതായത് ഒരുപാട് തിങ്സിൽ നിന്ന് നമ്മൾ ഒരു തിങ്ങിലേക്ക് മാത്രം സെലക്റ്റീവായിട്ട് കൊടുക്കുന്നതാണ്. അതായത് അപ്പം തന്നെ നമുക്ക് എന്താണ് ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള തിങ്ങിനോട് ഒരു അവെയർനെസ്, ഒരു കുറച്ച് കൂടുതൽ അവെയർനെസ് വരും. സെലക്റ്റീവാണ്. അതുപോലെ തന്നെ നമുക്ക് ക്ലാരിറ്റി, അതായത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ഫിനോമിന, ഒരു കാര്യത്തിനെ കുറിച്ചുള്ള ഏറ്റവും ക്ലിയർ കട്ടായിട്ടുള്ള തിങ് കിട്ടും. കാരണം നമ്മൾ ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള തിങ് മാത്രമാണ് നമ്മളവിടെ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആ തിങ് കുറച്ചും കൂടെ നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാം, അവെയർ ആവാനും നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ അറ്റൻഷൻ, നമ്മൾ അറ്റൻഷൻ കൊടുക്കുമ്പോൾ. പിന്നെ വരുന്നത് സയൻസ് ആൻഡ് ഇഫക്ട്സ് ഓഫ് അറ്റൻഷനാണ്. അതായത് നമ്മൾ അറ്റൻഷൻ കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മളൊരു തിങ് എങ്ങനെ എങ്ങനെ കാണുന്നു, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യുന്നു, അതേപോലെ തന്നെ നമ്മുടെ അതിനോടുള്ള റിയാക്ഷനും. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു തിങ്ങിനോട് അല്ലെങ്കിൽ നമ്മൾ അറ്റൻഷൻ കൊടുത്ത് നമ്മൾ ഒരു സാധനം കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെന്ന് എങ്ങനെയാണ്, ഒരു സാധനത്തിനോട് ഫോക്കസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മളതിലേക്ക് നമ്മുടെ ഐ കോണ്ടാക്ട്, അതുപോലെ നമ്മുടെ ബോഡി പോസ്ചർ എല്ലാം ഭയങ്കര കുറച്ച് വിജിലൻ്റ് ആയിട്ടിരിക്കില്ലേ. പക്ഷേ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര കെയർലെസ് ആയിട്ടിരിക്കും. അതുപോലെ നമ്മുടെ ബോഡി പോസ്ചറും നമ്മുടെ റിയാക്ഷനും എല്ലാം വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ പറ്റുന്ന സയൻസാണത്. അറ്റൻഷൻ എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നമ്മളൊന്നും കൂടെ കുറച്ചും കൂടെ മെൻ്റൽ പ്രോസസ്സ് കുറച്ചും കൂടി ഇഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ നമുക്ക് അലേർട്ട്നെസ് വരും. അവിടെ നമ്മളൊരു സാധനം നമുക്ക് അലേർട്ട്നെസ് വരും. അതുപോലെ നമ്മളൊരു സാധനത്തിനെ കുറിച്ച് പ്രിപ്പയർഡ് ആവാണ്, അതിനെക്കുറിച്ച് കുറച്ചും കൂടെ കുറച്ച് ഗൗരവമായിട്ട് നമ്മളത് ചിന്തിക്കുക, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കാണാൻ തുടങ്ങുകയാണ്. അപ്പോൾ നമുക്കൊരു മെൻ്റൽ പവർ കൂടെ വരും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ അലേർട്ട്നെസ്സും കാര്യങ്ങളൊക്കെ വരും. പിന്നെ നമ്മൾ ഭയങ്കര ഡീപ്പായിട്ടുള്ള കോൺസെൻട്രേഷൻ കൊടുക്കുന്ന സമയത്ത്, അതായത് മറ്റുള്ള സംഭവത്തിനെ നമ്മൾ മിനിമൈസ്, അതിനെ കാണാണ്ട് ഈ ഒരു സംഭവത്തിന് മാത്രം അറ്റൻറ്റീവായിട്ട് ഇരിക്കുന്നു. അതായത് ഒരു സാധനത്തിന് മാത്രം മെയിൻ ഫോക്കസ് കൊടുക്കുന്നു, പ്രോപ്പറായിട്ടുള്ള ഫോക്കസ് കൊടുക്കുന്നു. പിന്നെ നമുക്ക് അറ്റൻഷനിലൂടെ നമുക്ക് ഒരു സാധനത്തിനെ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാനും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനും പറ്റും. അതായത് എങ്ങനെയാണ് നമ്മൾ നന്നായിട്ട് അറ്റൻഷൻ കൊടുത്ത് പ്രോപ്പറായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ഡിഫറൻസസ് ഉണ്ട്, അതുപോലെ എന്തൊക്കെ സിമിലാരിറ്റീസ് ഉണ്ട്, എങ്ങനെയൊക്കെ നമ്മൾ വ്യത്യാസങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നുമില്ല. നമ്മൾ ഒരു സാധനം കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലെന്ത് കാര്യങ്ങളാണെങ്കിലും നമുക്ക് അറിയാൻ പറ്റുമല്ലോ.
ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഡിഫറൻസസ് ആണെങ്കിൽ പോലും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, നമ്മൾ നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ. അത്ര ആലോചിച്ചാൽ മതി. പിന്നെ അറ്റൻഷൻ നമ്മുടെ ലേണിങ്ങിൻ്റെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യും, അതുപോലെ നമുക്ക് റിമെമ്പറിങ്ങിന് ഹെൽപ്പ് ചെയ്യും. ട്രാൻസ്ഫർ ഓഫ് ട്രെയിനിങ്, അതായത് നമ്മൾ ഓൾറെഡി പഠിച്ചൊരു കാര്യത്തിൽ നിന്ന് നമുക്ക് പുതിയ ഒരു കാര്യം, സെയിം റിലേറ്റഡ് ആയിട്ടുള്ള വേറൊരു കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യും. തിങ്കിങ്ങിന്, റീസണിങ്ങിന്, പ്രോബ്ലം സോൾവിങ്ങിനൊക്കെ നമ്മുടെ അറ്റൻഷൻ ഹെൽപ്പ് ചെയ്യും. ഇനി ടൈപ്സ് ഓഫ് അറ്റൻഷനിൽ വരുന്നത് നോൺ വയലേഷനും അതുപോലെ വയലേഷനും. അതിൽ നോൺ വയലേഷനിൽ വരുന്നത് പറഞ്ഞാൽ ഇൻവോളണ്ടറി അറ്റൻഷനും വോളണ്ടറി അറ്റൻഷനുമാണ്. ഇതിൽ തന്നെ എൻഫോഴ്സ്ഡും അതുപോലെ സ്പോണ്ടേനിയസും വരുന്നുണ്ട്. എൻഫോഴ്സ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്റ്റൈൻഡ് ബൈ ഇൻസ്റ്റിങ്സ്, സ്പോണ്ടേനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്റ്റൈൻഡ് ബൈ സെൻറ്റിമെൻറ്റ്സ്. ഇൻവോളണ്ടറി അറ്റൻഷൻ അല്ലെങ്കിൽ നോൺ വയലേഷൻ അറ്റൻഷൻ എന്ന് പറയുമ്പം നമ്മൾ ഒരു തിങ്ങിനെ, അതായത് ഒരു സാധനത്തിന് നമ്മൾ അറ്റൻഷൻ കൊടുക്കുന്നത് അത് റാൻഡമായിട്ട് നമ്മുടെ ഇൻവോളണ്ടറി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, റാൻഡമായിട്ട് നമ്മുടെ ബോഡി നമ്മൾ തിങ്ക് ചെയ്തുകൊണ്ട് കൊടുക്കുന്നതായിരിക്കില്ല. ഇതിപ്പോൾ അമ്മ കുഞ്ഞ് കരയുമ്പോൾ പെട്ടെന്ന് എണീക്കുന്നതോ അതൊന്നും ചിന്തിച്ച് ചെയ്യുന്ന കാര്യങ്ങളല്ലോ. അതൊക്കെ ഒരു സഡനായിട്ടുള്ള നമുക്ക് പെട്ടെന്നൊരു സൗണ്ട് കേൾക്കുന്ന സമയത്ത് നമ്മൾ നെട്ടി എണീക്കുന്നത്, ഇതൊക്കെ സഡനായിട്ടുള്ളൊരു തിങ്ങാണല്ലോ. അപ്പോൾ അങ്ങനത്തെ സംഭവത്തിനെയാണ് ഇൻവോളണ്ടറി അറ്റൻഷൻ. നമ്മൾ അങ്ങനത്തെ സംഭവത്തിന് പെട്ടെന്നൊരു അറ്റൻഷൻ കൊടുക്കുന്നത് ആണ് ഇൻവോളണ്ടറി അറ്റൻഷൻ. അതിൽ സസ്റ്റൈൻഡ് ബൈ ഇൻസ്റ്റിങ്സ് ഉണ്ട്, അതുപോലെ തന്നെ സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. ഇതിൽ നമ്മുടെ ക്യൂരിയോസിറ്റി ഒക്കെ കൊണ്ട് നമ്മളെന്തെങ്കിലും കാര്യങ്ങൾ കുറച്ച് കൂടുതൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് ക്യൂരിയോസിറ്റി കൂടി കേൾക്കുന്നത്, അതൊക്കെ എൻഫോഴ്സ്ഡ് വരും. അതുപോലെ സ്പോണ്ടേനിയസ് അല്ലെങ്കിൽ സെൻറ്റിമെൻറ്റ്സിൽ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മെയിൻലി ഇമോഷണലി കണക്റ്റഡാണ്. അതായത് നമുക്കൊരു പേഴ്സണോടോ ഒബ്ജക്റ്റിനോടോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ സെൻറ്റിമെൻറ്റ്സുമായിട്ട് ഫോം ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവത്തിനോട് നമുക്ക് പെട്ടെന്ന് ഒരു അറ്റൻഷൻ തോന്നുന്നത്. ഇതിപ്പം ചില പെർഫ്യൂമിൻ്റെ സ്മെല്ല് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു അറ്റൻഷൻ വരുമല്ലോ, നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള പേഴ്സൻ്റെ പെർഫ്യൂമാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ അതാണ് സ്പോണ്ടേനിയസ് അറ്റൻഷൻ എന്ന് പറയുന്നത് നോൺ വോളണ്ടറിയിൽ. പിന്നെ വോളണ്ടറി അറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളണ്ടറി അറ്റൻഷൻ, നമ്മൾ ഒരു എഫേർട്ട് കൊടുത്ത്, നമ്മൾ കോൺഷ്യസ്ലി എഫേർട്ട് കൊടുത്ത് നമ്മൾ അറ്റൻഷൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അതിനെയാണ് വോളണ്ടറി അറ്റൻഷൻ എന്ന് പറയുന്നത്. അതിലും ഇതേപോലെ എൻഫോഴ്സ്ഡ് ഉണ്ട്, സ്പോണ്ടേനിയസ് ഉണ്ട്. അപ്പോൾ അതിൽ എൻഫോഴ്സ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് ഇരുന്ന്, അതായത് ഈ മാത്തമാറ്റിക്കൽ സംസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന സംഭവങ്ങൾ, നമ്മൾ ഇരുന്ന് ഓരോന്ന് ചെയ്ത് നമുക്ക് അതിന് ഒരു പ്രിപ്പയർനെസ് വേണം, അല്ലെങ്കിൽ കുറച്ചും കൂടി നേരം നമുക്ക് അതിലിരുന്ന് കഴിഞ്ഞാലാണ് നമുക്കത് കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാവുള്ളൂ എന്ന് വിചാരിച്ച് നമ്മൾ അതിന് വേണ്ടി ടൈം കൊടുത്ത് നമ്മൾ സ്പെസിഫിക്കായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനെയാണ് ഇതിൽ വോളണ്ടറി എൻഫോഴ്സ്ഡ് അറ്റൻഷൻ എന്ന് പറയുന്നത്. ഇനി വോളണ്ടറി സ്പോണ്ടേനിയസ് അറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്കൊരു എക്സാമോ എന്തെങ്കിലും വരുന്നുണ്ട്, അപ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള തിങ്സ് നമ്മൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് അതിലോട്ട് അറ്റൻഷൻ പോകും. അതായത് നമ്മൾ എന്തെങ്കിലും നമ്മുടെ ഇപ്പോൾ ഓൺഗോയിങ് ആയിട്ട് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇതിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു ഇത് കേൾക്കുന്ന സമയത്ത് നമ്മൾ ഒന്നുകൂടെ കോൺഷ്യസ് ആവുന്നതിനെയാണ് നമ്മൾ പറയുന്നത് വോളണ്ടറി സ്പോണ്ടേനിയസ് അറ്റൻഷൻ എന്ന് പറയുന്നത്. ഇനി ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഡിറ്റർമിനൻസ് ഓഫ് അറ്റൻഷൻ, അതിൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഉണ്ട്, ഇൻറ്റേർണൽ ഫാക്ടേഴ്സും ഉണ്ട്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേച്ചർ ഓഫ് സ്റ്റിമുലൈ, അത് എന്ത് ടൈപ്പ് ഓഫ് സ്റ്റിമുലസ് ആണ്, അത് നമുക്ക് താല്പര്യമുള്ള സ്റ്റിമുലസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ അതിന് അറ്റൻഷൻ കൊടുക്കും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അറ്റൻഷൻ കുറവായിരിക്കും.
ഇതിപ്പോൾ ഒരു മെയിലിന് ഒരു വുമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബ്യൂട്ടിഫുൾ വുമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി നോക്കും. അങ്ങനെ ഒരു അതെന്താ പറയുക, ഒരു നേച്ചർ ഓഫ് സ്റ്റിമുലസ് ആണ് ഇപ്പോൾ മെൻസിനും വുമണിനും നോക്കുന്നത്. അതേപോലെ ഇൻറ്റൻസിറ്റി ആൻഡ് സൈസ് ഓഫ് സ്റ്റിമുലസ്. ഒരു സാധനത്തിൻ്റെ സൈസ് കുറച്ച് വലിയ സാധനമാണെന്നുണ്ടെങ്കിൽ, അതുപോലെ കുറച്ച് വലിയ സൗണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്നും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യും. പക്ഷെ ചെറുതാണെങ്കിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു അറ്റൻഷൻ കൊടുക്കാനുള്ള ഒരിത് കുറവായിരിക്കും. പിന്നെ കോൺട്രാസ്റ്റ്, ചേഞ്ച്, വെറൈറ്റി, എന്തെങ്കിലും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ, ലെറ്റേഴ്സ് യൂസ് ചെയ്യുകയാണ്, അതുപോലെ അങ്ങനെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോഴ്സ്ഫുള്ളി അല്ലെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിനൊന്നും കൂടെ അട്രാക്റ്റഡ് ആകുമ്പോൾ നമ്മൾ അറ്റൻഷൻ കൊടുക്കുകയും ചെയ്യും. പിന്നെ റിപ്പീറ്റേഷൻ ഓഫ് സ്റ്റിമുലസ്. ഒരേ സാധനം നമ്മൾ ഒരു 3-4 പ്രാവശ്യം കാണുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് കണ്ടതാണല്ലോ എന്നുള്ളത് വരില്ല. അപ്പോൾ നമ്മളൊന്നുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യും. പിന്നെയും ആ ഒരു വേർഡ് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരാളാണെങ്കിൽ ആൾ വരുമ്പോൾ, അങ്ങനെയൊക്കെ. പിന്നെ മൂവ്മെൻറ്റ് ഓഫ് സ്റ്റിമുലസ്. നമ്മൾ സ്റ്റില്ലായിട്ട് നിൽക്കുന്ന, അതായത് മൂവ്മെൻറ്റ്സ് ഒന്നും ഇല്ലാത്ത ഒരു സാധനത്തേക്ക് കൂടുതൽ നമ്മളെന്തെങ്കിലും മൂവ്മെൻറ്റ്സ് ഉള്ള കുറച്ചും കൂടി എന്താ പറയുക, അങ്ങനത്തെ സാധനങ്ങൾ നമ്മളൊന്നും കൂടി അറ്റൻഷൻ കൂടുതലായിട്ട് കൊടുക്കും. ഇപ്പോൾ കുറച്ച് മൂവ്മെൻറ്റ്സ്, ലൈറ്റ്സ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങനത്തെ ലൈറ്റ്സ് ഉണ്ടല്ലോ, അതാണെങ്കിൽ കുറച്ച് മൂവ്മെൻറ്റ്സ് ഉള്ള സാധനങ്ങൾ നമ്മൾ കുറച്ചും കൂടെ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കും, അറ്റൻഷൻ നമ്മൾ കൊടുക്കും. പിന്നെ ഇൻറ്റേർണൽ ഫാക്ടേഴ്സിൽ വരുന്നത് നമ്മുടെ ഇൻട്രസ്റ്റ്, അതുപോലെ മോട്ടീവ്സ്, മെൻ്റൽ സെറ്റ്. നമുക്ക് എത്രത്തോളം ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളത് ഫസ്റ്റ് വൺ. ഒരു സ്റ്റിമുലസിനോട് നമുക്ക് എത്രത്തോളം ഇൻട്രസ്റ്റ് ഉണ്ട്, അത് നമ്മുടെ മോട്ടീവ്. നമുക്ക് ആ ഒരു സാധനം വേണം, അതിനനുസരിച്ച് ഒരു ക്യൂരിയോസിറ്റി, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഒരു ഇതിനെ നമുക്ക് ഫിയർ ആവാം, അതുപോലെ തേഴ്സ്റ്റ് ആവാം, ഹങ്കർ ആവാം, നമ്മൾ ഓരോ മോട്ടീവ്സ് ആണല്ലോ, ആ മോട്ടീവ്സിന് അനുസരിച്ച് നമുക്ക് അറ്റൻഷൻ വരും. അതായത് ഇപ്പോൾ നമ്മൾ സ്മെല്ല്, നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഫുഡിൻ്റെ സ്മെല്ല് കേൾക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമ്മുടെ അറ്റൻഷൻ അങ്ങോട്ട് പോകും. അതേപോലെ നമുക്ക് ഫിയറുള്ള എന്തെങ്കിലും കാര്യത്തിനെ കുറിച്ചിട്ടാകുകയാണെങ്കിൽ നമ്മുടെ അറ്റൻഷൻ പെട്ടെന്ന് അങ്ങോട്ട് പോകും. അതൊക്കെയാണ് മോട്ടീവ്സിൽ വരുന്നത്. പിന്നെ മെൻ്റൽ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, ഇൻട്രസ്റ്റിനെയും മോട്ടീവ്സിനെയും ബേസ് ചെയ്തിട്ട് പോലെ തന്നെയാണ്. നമ്മുടെ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ മൈൻഡിലുണ്ടെന്ന് വെച്ചു, അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും വരുമ്പോൾ നമ്മൾ ഹോളായിട്ട് നമ്മുടെ അറ്റൻഷൻ അങ്ങോട്ട് പോകും. അത് കോൺഷ്യസ്ലി അല്ലെങ്കിൽ അൺകോൺഷ്യസ്ലി. ഇപ്പോൾ എത്ര തിരക്കിനിടയിലും എന്താ പറയുക, നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരാളാണെങ്കിൽ എന്താ നമ്മൾ കണ്ടുപിടിക്കുമല്ലോ, ആ സംഭവമാണ് മെൻ്റൽ സെറ്റ് എന്ന് പറയുന്നത്. ഇനി സ്പാൻ ഓഫ് അറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അറ്റൻഷൻ എത്രത്തോളം സസ്റ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതിനാണ് സ്പാൻ ഓഫ് അറ്റൻഷൻ എന്ന് പറയുന്നത്. അത് പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെൻ്റ് ആണ്. അതേപോലെ തന്നെ സിറ്റുവേഷനിൽ സെയിം പേഴ്സൺ ആണെങ്കിലും പല സിറ്റുവേഷനിലും നമുക്ക് സ്പാൻ ഓഫ് അറ്റൻഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. എപ്പോഴും ഒരേപോലെ നമുക്കൊരു സാധനത്തിന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ലല്ലോ. അപ്പോൾ സ്പാൻ ഓഫ് അറ്റൻഷൻ അങ്ങനെ ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ സർ വില്യം ഹാമിൽട്ടൺ എന്ന് പറഞ്ഞ ആളാണ് സ്പാൻ ഓഫ് അറ്റൻഷനെ കുറിച്ചിട്ടുള്ള എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അയാൾ എന്താ പറയുക, അയാളുടെ സ്റ്റുഡൻസ് വരുന്നതിന് മുന്നേ മാർബിൾസും ഗ്രൗണ്ടിൽ സ്പ്രെഡ് ചെയ്തിട്ട് കൗണ്ട് ചെയ്യാൻ പറഞ്ഞിട്ട്, അപ്പോൾ അതിൽ ലൈക്ക് കൗണ്ട് ചെയ്യാനല്ല, മാർബിൾസ് സ്പ്രെഡ് ചെയ്തിട്ട് പിന്നെ ചോദിക്കുന്ന സമയത്ത് അവരുടെ എന്താ ആവറേജ് സ്പാൻ ഓഫ് വിഷ്വൽ അറ്റൻഷൻ എന്ന് പറയുമ്പോൾ 6 to 7 ആയിരുന്നു. പിന്നെ അതിൽ വേറെ സ്റ്റഡീസ് കുറച്ച് വേറെ സൈക്കോളജിസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മാർബിൾസ് തന്നെ ഗ്രൂപ്പ് ചെയ്തിട്ടോ യൂണിറ്റ്സ് ആക്കിയിട്ടോ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അപ്പോൾ 6 to 7 ആണ് എന്താ പറയുക നമ്മുടെ അറ്റൻഷൻ്റെ, നമ്മൾ 6 to 7 തിങ്സാണ് നമ്മൾ എന്താ പറയുക അറ്റൻഷനുള്ള എന്താ പറയുക കോൺസെൻട്രേറ്റ് ചെയ്യുള്ളൂ എന്നുള്ളതാണ് നമ്മൾ സർ വില്യം ഹാമിൽട്ടൺ പറഞ്ഞത്. പിന്നെന്താ, നമ്മുടെ അറ്റൻഷൻ നമുക്ക് എത്രത്തോളം സ്പാൻ ഓഫ് അറ്റൻഷൻ ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ ഒരു ഇൻസ്ട്രുമെൻ്റാണ് ടാക്കിറ്റോസ്കോപ്പ് എന്നാണ് അതിന് പറയുക. അത് ഫോളിംഗ് ഡോട്ട് ടൈപ്പ് അങ്ങനെ ഒരു ടൈപ്പ് ഉണ്ട്.
അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻസ്ട്രുമെൻ്റാണ്, അതിൻ്റെ ഉള്ളൊരു സ്ക്വയർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതുണ്ടായിരിക്കും. അതിൽ നമ്മളൊരു കാർഡ് ഇടും, അതിൽ ഇതുണ്ടായിരിക്കും, കുറച്ച് ഡോട്ട്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ 1/10 സെക്കൻഡ്സിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്യും. അപ്പോൾ അതിൽ നമ്മൾ എത്ര ഡോട്ട്സ് കണ്ടു, നമുക്ക് എത്രത്തോളം അതിന് ശ്രദ്ധിക്കാൻ കറക്റ്റ് നിൽക്കാൻ പറ്റി എന്നുള്ളതിനനുസരിച്ചിട്ടാണ് നമ്മുടെ സ്പാൻ ഓഫ് അറ്റൻഷൻ അതിൽ കൗണ്ട് ചെയ്യുന്നത്. പിന്നെ അതല്ലാണ്ട് ഓഡിറ്ററി അറ്റൻഷൻ ഇതാക്കാൻ വേണ്ടി നമ്മൾ ടാപ്പിംഗ് ടെക്നിക്സാണ് യൂസ് ചെയ്യുന്നത്. ടാപ്പ് ചെയ്തിട്ട് അത് കൗണ്ട് ചെയ്യാൻ പറഞ്ഞിട്ട്. പിന്നെ ഷിഫ്റ്റിംഗ് ആൻഡ് ഫ്ലക്ച്വേഷൻ ഓഫ് അറ്റൻഷൻ. നമ്മുടെ അറ്റൻഷൻ ഒരു സാധനത്തിൽ നിന്ന് വേറെ സാധനത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഫ്ലക്ച്വേറ്റ് ചെയ്യുക. നമ്മുടെ ഇൻറ്റൻസിറ്റി ഓഫ് അറ്റൻഷൻ ഒരു സാധനത്തിൽ നിന്ന് വേറെ സാധനത്തിലേക്ക് മാറുക. അതിനെയാണ് ഷിഫ്റ്റിംഗ് ഓർ ഫ്ലക്ച്വേഷൻ ഓഫ് അറ്റൻഷൻ എന്ന് പറയുന്നത്. അതിൽ തന്നെ എന്താ പറയുക, സെൻട്രൽ നമ്മുടെ ഒരു ഉർബൻസ്റ്റിഷ് എന്ന് പറഞ്ഞ ആണ് ഫിനോമിനൻ ഓഫ് ഫ്ലക്ച്വേഷൻ എന്ന് പറഞ്ഞ സംഭവം കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പം ഒരു എന്താ പറയുക, ലബോറട്ടറി എക്സ്പെരിമെൻ്റായിട്ട് മാൻസൺ ഡിസ്ക് എന്ന് പറഞ്ഞ സാധനം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു 5 to 6 ഡോട്ട്സ് ഉണ്ടാവും. ആ ഡോട്ട്സിൽ കൗണ്ട് ചെയ്യാൻ പറഞ്ഞിട്ടാണ് നമ്മൾ എത്രത്തോളം നമ്മൾ അത് റൊട്ടേറ്റ് ചെയ്യും. ആ റൊട്ടേറ്റ് ചെയ്തിട്ട് നമ്മളതിൽ ഏതെങ്കിലും ഒരു ഡോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും. എന്നിട്ട് ആ ഡോട്ട് എപ്പോൾ ഡിമിനിഷ് ആവും, നമുക്ക് കാണുന്നത് അത് നോക്കും. പിന്നെ അത് എപ്പോൾ ഡിമിനിഷ് ആവുന്നു, പിന്നെ അതെപ്പോൾ വീണ്ടും റീ അപ്പിയർ ആവുന്നു എന്നതിൽ നോക്കിയിട്ടാണ് നമ്മുടെ അറ്റൻഷൻ്റെ ഷിഫ്റ്റിംഗ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നത്. പിന്നെ ഇതിൽ ഫ്ലക്ച്വേഷൻ ആൻഡ് ഷിഫ്റ്റിംഗ് ഓഫ് അറ്റൻഷനിൽ വേറൊരു സംഭവം പറയുന്നത്, നമ്മൾ എന്തെങ്കിലും ഒരു സംഭവത്തിന് അറ്റൻഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ സെൻട്രൽ അറ്റൻഷൻ എന്നും അതിന് ചുറ്റുമുള്ളതിനെ മാർജിനൽ അറ്റൻഷൻ എന്നും പറയുന്നു. അതായത് നമ്മളിപ്പോൾ ഒരു ക്ലോക്കിലോട്ട് നോക്കുകയാണ്, അല്ലെങ്കിൽ ക്ലോക്കിൻ്റെ സൗണ്ട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ സെൻട്രൽ അറ്റൻഷൻ, നമ്മൾ സെൻട്രൽ ഫോക്കസ് എന്നും, മറ്റുള്ളതിനെ നമ്മളെന്താ അതിൻ്റെ ചുറ്റുമുള്ളത് നമ്മൾ കേൾക്കുന്നില്ല, പാർഷ്യലി അവെയർ ആയിട്ടുള്ള പാർഷ്യലി കോൺഷ്യസ് ആയിട്ടുള്ള സംഭവത്തിന് നമ്മൾ മാർജിനൽ എന്ന് പറയുന്നുണ്ട്. പിന്നെ വരുന്നത് ഡിവിഷൻ ഓഫ് അറ്റൻഷനാണ്. ഡിവിഷൻ ഓഫ് അറ്റൻഷൻ എന്ന് പറയുന്നത് നമ്മൾ കോൺസെൻട്രേഷൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന രണ്ട് തിങ്സിലോട്ട് ഡിവൈഡ് ചെയ്യുക. അതായത് നമ്മളിപ്പോൾ ഒരു കാർ ഓടിക്കുന്ന സമയത്ത് നമ്മൾ പാട്ട് കേൾക്കും, പാട്ട് പാടും. അപ്പോൾ അതുപോലെ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്താണ് ഗിയർ മാറ്റി ഇതൊക്കെ ചെയ്യും. നമ്മളെന്താ റോഡിലോട്ട് നോക്കണം, ഇതും ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ അറ്റൻഷൻ ഡിവൈഡ് ചെയ്യുകയാണ്. അതിനെയാണ് നമ്മൾ ഡിവിഷൻ ഓഫ് അറ്റൻഷൻ എന്ന് പറയുന്നത്. ഇത് സിമ്പിൾ ടാസ്ക് ആണെന്നുണ്ടെങ്കിലാണ് ഡിവിഷൻ ഓഫ് അറ്റൻഷൻ പ്രാക്ടിക്കൽ ആവുള്ളൂ. നമ്മൾ പഠിക്കുന്ന സമയത്ത് പാട്ട് കേൾക്കുക എന്ന് പറയുന്ന സംഭവം 2 ടാസ്ക്കാണ്, 2 ഡിഫറെൻറ്റ് ടാസ്ക്കാണ്. ചിലവർക്കത് വർക്കാവും, ചിലവർക്കത് വർക്കാവില്ല. പക്ഷേ സിമ്പിൾ ടാസ്ക് ആയിട്ടുള്ള രണ്ടും സിമ്പിൾ ടാസ്ക്കാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സിമ്പിൾ ടാസ്ക്കും ഒരു കുറച്ച് ഹയർ ഓർഡർ ടാസ്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിലും ചിലപ്പോഴൊക്കെ ഓക്കെ ആവും. പക്ഷേ 2 ഹാർഡ് ടാസ്കുകൾ തമ്മിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഡിവിഷൻ ഓഫ് അറ്റൻഷൻ ഒരിക്കലും പ്രാക്ടിക്കബിൾ ആവില്ല. അതിൽ ഏതെങ്കിലും ഒരു ടാസ്കിൽ നമ്മൾ ഫെയിലാവും. അങ്ങനെയാണ് പറയുന്നത്. പിന്നെ സസ്റ്റെയിൻഡ് അറ്റൻഷൻ, നമ്മൾ എത്രത്തോളം ഒരു ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു സാധനത്തിന് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്, എത്ര ടൈം അല്ലെങ്കിൽ എത്ര ഇൻറ്റൻസിറ്റിയിൽ, അതിനെയാണ് നമ്മൾ എത്ര താല്പര്യത്തോടു കൂടിയാണോ അല്ലെങ്കിൽ എത്ര ഇതായിട്ടാണോ നമ്മൾ ഒരു തിങ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ടൈം ഡ്യൂറേഷൻ എത്രത്തോളം വരുന്നു, അതിനെയാണ് സസ്റ്റെയിൻഡ് അറ്റൻഷൻ എന്ന് പറയുന്നത്. ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു സാധനം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എത്രത്തോളം നേരം ശ്രദ്ധിക്കുന്നുണ്ട് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനാണ് സസ്റ്റെയിൻഡ് അറ്റൻഷൻ എന്ന് പറയുന്നത്. പിന്നെ ഡിസ്ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നൊരു സാധനത്തിനെ അത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ അനുവദിക്കാതെ വരുന്ന കുറച്ച് ഇൻറ്റർഫിയർ ചെയ്യുന്ന തിങ്സിനെയാണ് നമ്മൾ ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ അറ്റൻഷനെ ഇൻറ്റർഫിയർ ചെയ്യുന്ന, കോൺസെൻട്രേഷൻ കൊടുക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇൻറ്റർഫിയർ ചെയ്യുന്ന തിങ്സിനെയാണ് നമ്മൾ ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. അത് എക്സ്റ്റേണലും ഉണ്ട്, ഇൻറ്റേർണലും ഉണ്ട്.
അതിൽ എക്സ്റ്റേണലായിട്ട് വരുന്നത് സൗണ്ട്, ടെമ്പറേച്ചർ, അതായത് എന്തെങ്കിലും നോയ്സസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ലല്ലോ. അതേപോലെ ടെമ്പറേച്ചർ, റൂമിൽ നല്ല ടെമ്പറേച്ചർ ആണെങ്കിൽ നമുക്കൊരു സംഭവം ഫുള്ളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇൻറ്റേർണലായിട്ട് വരുന്നത് നമ്മുടെ ഇമോഷണൽ ഡിസ്റ്റർബൻസസ്, എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ, ബോറടിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനോട് അത്ര മോട്ടിവേഷൻ ഇല്ല, ലാക്ക് ഓഫ് മോട്ടിവേഷൻ, ഇതൊക്കെ നമ്മുടെ അറ്റൻഷനല്ല ഡിസ്ട്രാക്ഷനായിട്ട് വരുന്നത്. അറ്റൻഷനെ ഇൻഹിബിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അറ്റൻഷൻ എന്താ പറയുക, സ്റ്റോപ്പ് ചെയ്യാൻ, അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മുടെ ടോപ്പിക്ക് ഇത്രയേ ഉള്ളൂ. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഭയങ്കര സിമ്പിളായിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇതിങ്ങനെ എക്സാമ്പിൾസ് വെച്ചിട്ട് റിലേറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ബൈ. പിന്നെ എന്തെങ്കിലും ടോപ്പിക്സിനെ കുറിച്ചിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിലിടുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കേ.